أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد، أعوذ بالله من الشيطان الرجيم. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. അനെ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീല ഖുതുബ ഓതിയതായ സബ്ജക്റ്റ് അള്ളാഹുവിനെ അറിയുക എന്ന വിഷയമാണ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് ആദ്യമായി വിശുദ്ധ ഫുർഖാനുൽ അദീമിലൂടെ സംസാരിച്ചത് അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യമായിട്ട് ബിഅ്സത്ത് നൽകപ്പെട്ട വിഷയവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഇൽമ് അത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതും, ഒരു മനുഷ്യൻ എത്ര കണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നു അത്ര കണ്ട് അവന്റെ മഹിമയും വളർമ്മയും ബഹുമതിയും ബഹുമാനവും ഉയരുന്നു, കൂടുന്നു. കാരണം അവൻ പഠിക്കുന്ന ഇൽമിന്റെ തോതനുസരിച്ചിട്ട് അവന്റെ ഗ്രേഡ് വധിക്കുന്നു എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് നൽകിയതായ ഏറ്റവും വലിയ നിഅമത്താണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്ക് നയിച്ചു എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്ക് നയിച്ചത് കൊണ്ട് തന്നെയാണ് ഹിദായത്തിലേക്ക് നയിക്കപ്പെട്ടവർ അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് എന്ന് പറയാൻ കാരണം. അള്ളാഹു, ഏത് അള്ളാഹുവാണ് ഞങ്ങളെ ഈ മഹാലോകത്തിലേക്ക് നയിച്ചത്, ഈ ദീനിലേക്ക് നയിച്ചത്, ഈ വിജയത്തിലേക്ക് നയിച്ചത്, ഈ മഹാസമ്പാദ്യത്തിലേക്ക് നയിച്ചത്? ആ അള്ളാഹുവിനാണ് സ്തോത്രം എന്ന് ആ സന്ദർഭത്തിൽ അവർ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിശാലമായ അള്ളാഹുവിന്റെ അനുഗ്രഹം, ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓരോ നിമിഷത്തിലും സത്യവിശ്വാസി ഓർത്തുകൊണ്ടേ ഇരിക്കാൻ സാധിക്കുക. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരുന്നാലും അള്ളാഹുവിന്റെ പ്രത്യേകതയും അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ കൽപ്പും മനസ്സിലാക്കിക്കൊണ്ടേ ഇരുന്നാലുമാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയും അള്ളാഹുവിന്റെ സിഫാത്തുകളും അതൊക്കെ ഓർത്തുകൊണ്ടേ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അളമത്ത് അവന്റെ ഹൃദയത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നു മാത്രമല്ല, അവന്റെ ഗ്രേഡ് അതിലൂടെ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൻ ചിന്തിക്കുന്നതും ഓർക്കുന്നതും ആരെക്കുറിച്ചാണ്? സൃഷ്ടാവിന്റെ പ്രപഞ്ചനാഥനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ബഹുമതിയും ബഹുമാനവും വർദ്ധിക്കുകയും അവന് വിലയും നിലയും ഉണ്ടാവുകയും അവന് സ്വയം തന്നെ ആത്മീയ വളർച്ച ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. അതെ, ആദമിന്റെ സന്തതി തെറ്റ് ചെയ്യുന്ന വേളയിൽ ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശാലമായ അനുഗ്രഹത്തിലൂടെ ആ തെറ്റിനോട് അവന്റെ സമീപനം എങ്ങനെയാണ്? ആ തെറ്റിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടിയുള്ളതായ തൗബയുടെ വാതിൽ തുറന്നു തരലാണ്. അതെ, അത് അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. നാം തെറ്റ് ചെയ്യും, നമുക്ക് തെറ്റ് ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല എന്നറിയുന്നവനായ ഷിട്ടാവായ റബ്ബ്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, ഷിട്ടാവായ റബ്ബുൽ ഇസ്സത്തിന് സൃഷ്ടികളെ കുറിച്ച് അറിയാതെ വന്നു പോവുകയില്ലല്ലോ. അള്ളാഹു അല്ലേ അവരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ, സർവജ്ഞാനിയല്ലേ. അവൻ അറിയാം സൃഷ്ടികളുടെ എല്ലാ രൂപത്തിലുള്ളതായ ചിന്തകളും എല്ലാ രൂപത്തിലുള്ളതായ നിലപാടുകളും, അവർ പ്രവർത്തിക്കുന്നതും അവർ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവര് എന്തായിരുന്നു അതിന്റെ പിന്നിൽ ലക്ഷ്യം വെച്ചത് എന്നതും, അവര് ഇപ്പോൾ തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ തൗബ ആത്മാർത്ഥമായ തൗബയാണോ എന്നതും എല്ലാം മുമ്പും പിമ്പും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവനായ റബ്ബായതുകൊണ്ട് തന്നെ
ഷിട്ടികൾ തെറ്റ് ചെയ്യുന്നതായ വേളയിൽ ഷിട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി നീ തെറ്റ് ചെയ്തല്ലോ, നീ എന്റെ മതത്തിൽ നിന്നിട്ട് പുറത്തായി, അല്ലെങ്കിൽ എന്റെ റഹ്മത്തിൽ നിന്നിട്ട് ദൂരപ്പെട്ടു, എന്ന് നിനക്ക് എന്റെ അനുഗ്രഹത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിൽ തുറന്നു കൊടുക്കുകയും അവനോട് തൗബ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ഖുർആനിലുള്ളതായ ആയത്തിയുടെ സ്മരണീയമാണ്. അങ്ങനെയുള്ള ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാം. തൗബയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതും തൗബയ്ക്ക് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നതും അതിന്റെ പ്രത്യേകത പറയുന്നതുമായതായ ആയത്തുകൾ. അതെ, ഷിട്ടികൾ തെറ്റ് ചെയ്യുന്ന വേളയിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ തൗബയുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു എന്നത് അത് അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തൗബയുടെ വാതിൽ അടക്കാതെ തന്നെ തുറന്നു വെച്ചു. ഏതുവരേക്കും? ഖിയാമത്ത് നാൾ വരേക്കും. നിന്റെ ഖിയാമത്ത് നാൾ വരേക്കും, ലോകത്തിന്റെ ഖിയാമത്ത് നാൾ വരേക്കും. നമുക്കറിയാം, നിന്റെ ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്ന നിമിഷം വരേക്കും അവന് തൗബയുടെ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുന്നു. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ ഇപ്പോൾ ഉദിച്ച് അസ്തമിക്കുന്നതിന്റെ നേരെ വിപരീതം ഉദിച്ചസ്തമിക്കുന്ന കാലഘട്ടം വരുന്ന സന്ദർഭം വരേക്കും തൗബയുടെ വാതില് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെക്കുന്നു. അതൊക്കെ കുറിക്കുന്നത് അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെയാണ്. ഇങ്ങനെയുള്ള കഴിവ് കൽപ്പനയും ഇങ്ങനെയുള്ള വിശാലമായ അനുഗ്രഹത്തെയും എല്ലാം ഓർത്തുകൊണ്ടാണ് ഷിട്ടി ജീവിക്കുന്നതെങ്കിൽ അവന് ദോഷം ചെയ്യാൻ തന്നെ തോന്നുന്നതല്ല. അവൻ ദോഷം ചെയ്യാൻ ഒരു പ്രാവശ്യം ചിന്തിക്കുമ്പോൾ 100 പ്രാവശ്യം അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലേക്ക് അവൻ കണ്ണോടിക്കുന്നു. അപ്പോൾ അവൻ ആ ദോഷത്തിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടി അവനെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ നീ ഇപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് എന്നിൽ നിന്ന് ദൂരപ്പെട്ട് കഴിഞ്ഞു, ഇനി നിനക്ക് തൗബയില്ല, ഞാനും നീയുമായുള്ളതായ ബന്ധം മുറിഞ്ഞു കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള അന്ധവിശ്വാസവും അങ്ങനെയുള്ളതായ ദുഷിച്ച വിശ്വാസവും മക്കക്കാഫിരികളിൽ പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് അള്ളാഹുവിൽ നിന്നിട്ട് ദൂരപ്പെട്ടു പോയി ഞങ്ങൾ പാപം ചെയ്തത് കാരണത്താൽ എന്ന് മനസ്സിലാക്കിയിട്ട് അവര് മദ്യത്തിൽ ആളവെക്കാറുണ്ടായിരുന്നു. അത് അവര് തന്നെ പറഞ്ഞതായിട്ട് ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നു. മക്കക്കാഫിരികളോട് നിങ്ങൾ എന്തിനാണ് ഈ ബിംബങ്ങളെ പൂജിക്കുന്നത്, ഈ ബിംബങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ആ ബിംബങ്ങളെയൊക്കെ നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയതല്ലേ? അത് ഇബ്രാഹിമിന്റെ പേരിലായിരുന്നാലും ഇസ്മായിലിന്റെ പേരിലായിരുന്നാലും മഹാത്മാക്കളുടെ പേരിലായിരുന്നാലും സാലിഹ്യങ്ങളായ ഒദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ പോലത്തതായ സാലിഹ്യങ്ങളായ ഔലിയാക്കന്മാരുടെ പേരിലായിരുന്നാലും അത് നിങ്ങളല്ലേ കൈകൊണ്ടുണ്ടാക്കിയത്? അതിനെ നിങ്ങൾ എന്തിനാണ് പൂജിക്കുന്നു? അവരോട് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ മറുപടി പറഞ്ഞത് മാ നഅബുദുഹും, ഈ ബിംബങ്ങളുടെ ഉടമകളായ മഹാത്മാക്കളായ സാലിഹീങ്ങളെ നബിമാരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ ആ ബിംബങ്ങളും ആ മഹാത്മാക്കളും ആ സാലിഹ്യങ്ങളും അടുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരുടെ വിശ്വാസം എന്താണ്? അല്ലാഹുവിൽ നിന്നിട്ട് ഞങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ട് ദൂരപ്പെട്ടു പോയി, ഞങ്ങൾ അകൽന്നു പോയി എന്ന അന്ധവിശ്വാസമാണ്. ഖേദകരമെന്ന് പറയട്ടെ, ദുഃഖകരമെന്ന് പറയട്ടെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ ഇടയിലാക്കി അല്ലാഹുവിനെ ദൂരപ്പെടുത്തി കാണുന്നതായ, അല്ലാഹുവിന്റെ കഴിവ് കൽപ്പന മനസ്സിലാക്കാത്തതായ വിഭാഗം അവരുടെ അണിയിലുണ്ട്. അവരോട് പറയപ്പെട്ടാൽ ഇത്തരം കാര്യങ്ങൾ അവരും പറയുന്ന മറുപടി പണ്ട് മക്കക്കാര് പറഞ്ഞ മറുപടി തന്നെയാണ്. നാം ദോഷികളല്ലേ, നാം പാപികളല്ലേ, നാം നേരിട്ട് ചോദിച്ചാൽ അല്ലാഹു മറുപടി നൽകുമോ? നമുക്ക് മഹാത്മാക്കളെ മധ്യത്തിൽ വെച്ചിട്ട് പ്രാർത്ഥി ചോദിക്കലല്ലേ നല്ലത്? അതിന് പല ഭൗതിക കാരണങ്ങളും അവർ പറയും, ഭൗതികമായതായ പല അസ്ബാബുകളും അവർ പറയുകയും ചെയ്യും, പല മിസാലുകൾ അവർ പറയുകയും ചെയ്യും. അതിലൂടെ അള്ളാഹുവിനെ അവരെ തരം താഴ്ത്തുകയും ചെയ്യും, അറിവില്ലാത്തത് കാരണത്താൽ. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിലുള്ളതായ ഹിജാബിനെ ദൂരം ചെയ്തിരിക്കുകയാണ്. നാമും റബ്ബുമായി വളരെ വളരെ അടുത്തവനാണ് എന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ സ്ഥാപിക്കുന്നു. ഇന്നി ഖരീബ്, ഞാൻ നിങ്ങളിലേക്ക് അങ്ങേയറ്റം അടുത്തവനാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാനാണ് ഉത്തരം ചെയ്യുക, ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തീർത്ത് പറഞ്ഞതാണ്. ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാനാണ് നിങ്ങൾക്ക് മറുപടി നൽകുക എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഈ മദ്യത്തിൽ ആളവെക്കുക എന്നതായ സമ്പ്രദായം അത് മക്കക്കാഫിരികളിൽ ഉണ്ടായതാണ് എന്നതും, അതുകൊണ്ട്
അത് നാം ചെയ്യാൻ പാടില്ല എന്നതും, അള്ളാഹു നിങ്ങൾ എത്ര തന്നെ പാപം ചെയ്താലും അള്ളാഹു നിങ്ങളിലേക്ക് അടുത്തവൻ തന്നെയാണ്, ദൂരമല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചോളി എന്ന് അള്ളാഹു നമ്മെ മാടി വിളിക്കുന്നു. യാ ഇബാദിയല്ലദീന അസ്റഫു, തെറ്റുകൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത, അക്രമങ്ങൾ ചെയ്ത, അനീതികൾ ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്, ആശ മുറിഞ്ഞു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു സർവ്വ പാപങ്ങളെയും പുറത്തു തരുന്നവനാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു വിശുദ്ധ ഫുർഖാൻ അദീമിൽ പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്മരണീയമാണ്. അപ്പോൾ ദോഷം ചെയ്തവർ ദോഷം ചെയ്യുമ്പോഴോ, പാപം ചെയ്യുന്നവർ പാപം ചെയ്യുമ്പോഴോ അള്ളാഹുൽ നിന്നിട്ട് ഒരിക്കലും ദൂരപ്പെടുന്നതല്ല. മറിച്ച് അവന് ദുഃഖബോധവും ഖേദബോധവും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ഈമാനിന്റെ അവകാശം അവന്റെ ഹൃദയത്തിലുണ്ട്, അവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പ്രേരണയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നതിലേക്കുള്ള തെളിവാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ത്, നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നതിന് പകരം മധ്യത്തിൽ ആളെ വെച്ചോളീൻ, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടോളീൻ എന്ന ഒരു പദം അള്ളാഹു ഉപയോഗിച്ചിട്ട് തന്നെ നാം കാണുന്നതല്ല ഖുർആനിൽ. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും സൃഷ്ടികൾ എന്നിട്ട് ഓരോരുത്തരോടും അവന്റെ ചലനങ്ങൾ, അവന്റെ അനക്കങ്ങൾ, ആട്ടങ്ങൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എല്ലാം ശ്വാസങ്ങൾ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു. ഓരോ നിമിഷത്തിലും അവൻ മശ്ഗൂലായിക്കൊണ്ടേയിരിക്കുന്നു, ഓരോ സാഅത്തിലും അവൻ മശ്ഗൂലായിക്കൊണ്ടേയിരിക്കുന്നു. അവൻ തകൃതി പിടിച്ച ജോലിയിലാണ് അവന്റെ സൃഷ്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ എന്ന് ഖുർആനിലുള്ള ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ച ഭാഗമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ ഒരാൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നു, അവന്റെ വീര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ് പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, മക്ക ഇമാം തുടക്കത്തിൽ പറഞ്ഞ തൗബയുടെ വാതില് തുറന്നു വെക്കുക എന്നത് അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെയാണ് ഓതുന്നത് എന്നാണ് നാം പഠിച്ചു വെച്ചത്. അതെ, എന്ന് മാത്രമല്ല, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ വഷളപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല ഭൂമിയിൽ വെച്ചിട്ട്, എന്ന് മാത്രമല്ല നിന്റെ സ്ഥാനത്തെയും മാനത്തെയും നീ തെറ്റ് ചെയ്തതുകൊണ്ട് താഴ്ത്താൻ ഉദ്ദേശിച്ചില്ല. മറിച്ച് നീ തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഹസനത്ത് വർദ്ധിപ്പിക്കുന്നു. നീ തെറ്റ് ചെയ്തവനായിരുന്നതോടൊപ്പം നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലത്തെ കുറിക്കുന്നു. തൗബ ചെയ്തു എന്ന ഹസനത്ത് പ്രതിഫലത്തെ കുറിക്കുന്നു. അള്ളാഹിന്റെ അടുക്കൽ ഒരു ഹസനത്തിന് എത്രയാണ് പ്രതിഫലമായി മാറുക? അത് ഒരു അമൽ സാലിഹാത്ത് നാം ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ 10 ഹസനത്താണ് അതിന് ലഭിക്കുക. അതേസമയത്ത് നീ ചെയ്തതായ തെറ്റിന് ഒരെണ്ണമായിട്ടാണ് അള്ളാഹു ഗണിക്കുന്നത്. ഒരു തെറ്റായിട്ട് മാത്രമാണ് ഗണിക്കുന്നത്, ആ തെറ്റിനെ 10 തെറ്റായിട്ട് ഗണിക്കുന്നതല്ല. അതേസമയത്ത് നീ തൗബ ചെയ്യുമ്പോൾ അത് ഹസനത്തായി മാറുന്നു, അതിന് നിനക്ക് 10 പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ആ വിശാലമായ അനുഗ്രഹത്തെ മുമ്പിൽ വെച്ചിട്ടാണ് സൃഷ്ടി തൗബയിലേക്ക് മടങ്ങുന്നതെങ്കിൽ, അള്ളാഹുലേക്ക് മടങ്ങുന്നതെങ്കിൽ, അള്ളാഹിലേക്ക് പാശ്ചാത്തപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ഖുർആനിൽ തീർത്ത് പറഞ്ഞതാണ്. അത് അള്ളാഹുവിന്റെ ആ പ്രത്യേകതയിലും അപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാദിറാണ്, നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവനാണ്, നിന്നെ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ പകരം ചോദിക്കാൻ കഴിയുന്നവനാണ് എന്നതോടൊപ്പം നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാനുള്ളതായ വാതിൽ തുറന്നു തരുകയും അതിനുള്ള ചാൻസ് തരുകയും അതിനുള്ള തൗഫീഖ് തരുകയും ചെയ്യുക എന്നത് മഹാഭാഗ്യമാണ്, സൃഷ്ടികൾക്ക് നൽകുന്നതായ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ നാം ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പന മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മനുഷ്യൻ അള്ളാഹു പരിശുദ്ധനത്രേ എന്ന് പറഞ്ഞു പോകും. എത്ര കഴിവ് കൽപ്പുള്ള റബ്ബ്, എത്ര രാജാതിരാജനായ റബ്ബ്, എത്ര ലോകത്തിൽ ആസകലം അടുക്കി ഭരിക്കുന്നതായ നാഥൻ, ഈ എളിയ മനുഷ്യനായ ഈ അവന്റെ അടിമയുടെ മുമ്പിൽ ആ നാഥനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവനാണ് അവന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു വെച്ചിട്ട് വായോ തൗബ ചെയ്തോ എന്ന് മാടി വിളിക്കുന്നത് എന്ന് കാണുമ്പോൾ എത്രമാത്രം സൃഷ്ടികളോട് അവൻ ഇഷ്ടമുണ്ട്, അവന് സ്നേഹമുണ്ട്, അവന് റഹ്മത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുലേക്ക് എത്താനുള്ളതായ ഷൗക്ക് നമ്മളിൽ ഉണ്ടായാൽ പിന്നെ പറയേണ്ടതുമില്ല. ആ ഷൗക്ക് നമുക്കുണ്ട്, ആഗ്രഹം നമുക്കുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ് ഏത് സമയത്തും നമ്മിൽ നിന്നിട്ട് ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. നാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ, അവൻ നമ്മെ മുറാഖബത്ത് നടത്തുന്ന സന്ദർഭത്തിൽ, മുറാഖബത്ത് നടത്താന്ന് പറഞ്ഞാൽ അവൻ നമ്മെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ ചലനങ്ങളെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അവൻ
അവന്റെ പ്രതിനിധികളായ മലക്കുകൾ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, കാതിബീങ്ങളായ മഹാത്മാക്കളായ ആ കാതിബീങ്ങൾ എഴുത്തുകാർ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കുറിക്കുന്നുണ്ട്. നാം പരലോകത്തിലേക്ക് എത്തിക്കഴിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് അഥവാ ഷിട്ടികളുടെ കൂട്ടത്തിൽ നിന്നിട്ട് പലരും നാം ചെയ്തതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. നാം ചെയ്തതായ തെറ്റുകൾ അങ്ങനെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ അവിടെ തെളിവ് സ്ഥാപിക്കാൻ വേണ്ടി മലക്കുകൾ കുറിച്ചു വെക്കുന്നുണ്ട് എന്ന വാർത്ത ഖുർആനിലൂടെ നമുക്ക് അള്ളാഹു വിവരം നൽകിയിട്ടുമുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഖൗഫോട് കൂടി ഭയപ്പെട്ടുകൊണ്ട് എല്ലാറ്റിനെ ഭയപ്പെടുമ്പോൾ അത് നിന്യതയാണ് കുറിക്കുന്നത്. നാം ലോകത്തിൽ എന്തിനെ ഭയപ്പെടുകയാണെങ്കിലും അത് നിന്യതയാണ് കുറിക്കുന്നത്, അത് കഴിവുകേടാണ് കുറിക്കുന്നത്. ഒരു സിംഹത്തെ ഭയപ്പെട്ടാൽ, ഒരു മനുഷ്യനെ ഭയപ്പെട്ടാൽ, ശത്രുവിനെ ഭയപ്പെട്ടാൽ അതൊക്കെ കുറിക്കുന്നത് നമ്മുടെ കഴിവുകേടാണ്. അതേസമയത്ത് നാം അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ അത് കുറിക്കുന്നത് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ അന്തസ്സാണ്, നമ്മുടെ ഇസ്സത്താണ്, നമ്മുടെ അതിബുദ്ധിശാലികളാണ് നാം എന്ന് കുറിക്കുന്നതായ ഭാഗമാണ് നാം അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത്. അത് മഹാഭാഗ്യവുമാണ്. ഇതൊക്കെ നമ്മിൽ നിന്നിട്ട് ഉടലെടുക്കണമെങ്കിൽ അള്ളാഹുവിലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം നമ്മളിൽ വേറൂന്നി പിടിക്കണം. അതാണ് മുഖ്യം. അതാണ് മക്ക ഇമാം പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം വേറൂന്നി പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അവനാണ് ആരാധിക്കപ്പെടേണ്ടതായ ശക്തി, അവനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മെ രക്ഷിക്കുന്നത്, അവനാണ് ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അവന്റെ കയ്യിലാണ് എല്ലാം. എല്ലാ ലോകത്തിന്റെ ഖസാഇനു സമാവാതി വൽ അർള്, ആകാശ ഭൂമിയുടെ ഖസനാവുകൾ അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ്. ഇഷ്ടമുണ്ടെങ്കിലോ ഇഷ്ടമുള്ളവർക്ക് അവൻ കൊടുക്കും, ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യുകയില്ല. അത്രയും കഴിവുകൽപ്പുള്ളതായ റബ്ബാണ്. അങ്ങനെയുള്ള വിശാലമായ കഴിവിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കേണ്ടത്. ഞാൻ ദാസനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ദാസിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചതായ സൃഷ്ടികൾ നിന്നിട്ട് ബുദ്ധിയും അത് വിവേകവും ഉള്ളവര്, അത് മനുഷ്യന്മാരും അതുപോലെ തന്നെ ജിന്നുകളുമാണ്. അങ്ങനെയുള്ളവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച് തന്നെ ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്നതാണ്. അപ്പോൾ അല്ലാഹു പ്രപഞ്ചത്തെയും ലോകത്തെയും നമ്മെയും എല്ലാം സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ ആ സകലം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയും നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുമാണെന്ന് നാം പഠിച്ചു വരുന്നതായ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളതായ ആരാധനയിലേക്ക് നമ്മെ നയിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം നമ്മളിൽ നിന്നിട്ട് ഉടലെടുക്കണം. അതാണ് മക്ക ഇമാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അവനിലേക്ക് മടങ്ങാനുള്ളതായ പ്രേരണ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം, പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ നാം ആര് എന്ത് പറഞ്ഞാലും ലോകത്തോട് മെല്ലിട്ട് മത്സരിച്ച് ലോകമെന്ത് അതിന് വിവിധത പറയുന്നുണ്ടെങ്കിൽ അത് കൂട്ടാക്കാതെ, അത് വിലവെക്കാതെ കെട്ടുറപ്പുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ളതായ കഴിവ് കൽപ്പ് നമ്മളിൽ ഉണ്ടായിത്തീരണം. ഉണ്ടാകുന്ന വേളയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഓരോ ദിവസവും 17 പ്രാവശ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക എന്ന് നമ്മെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നത് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം ചർച്ച ചെയ്തതായ സമയത്ത് അള്ളാഹുലുള്ള വിശ്വാസം ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ രൂപത്തിലാണ്, അള്ളാഹുലേക്ക് മടങ്ങാൻ എന്നതായ ഭാഗം ഉണർത്തിയത് എന്ന് മക്ക ഇമാം വിശദീകരിച്ചായിട്ട് കാണാം. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ തന്നെ നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ നമുക്ക് ലദ്ദത്തുണ്ടാകുന്നു, നമുക്ക് രുചി ഉണ്ടാകുന്നു, നമുക്ക് ആസ്വാദനമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ രുചി നോക്കിയവരെ കുറിച്ച് പറഞ്ഞതായ ഭാഗം പറഞ്ഞപ്പോൾ ആ ശൈലി പറയാൻ കാരണം എന്നത് മക്ക ഇമാമ് ഇന്ന് ഉണർത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമ എന്ത് ചിന്തിക്കുന്നു ആ ചിന്തയുടെ കൂടെയാണ് എന്നാണ്. അടിമ നല്ല രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ചുള്ളതായ നല്ല ചിന്തയാണ് അടിമയിൽ ഉടലെടുക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അവനെ സമീപിക്കും. നേരെ വിപരീതമാണെങ്കിൽ ആ രൂപത്തിൽ സമീപിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുവിൽ നല്ല വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. അഥവാ നാം തുടക്കത്തിൽ പറഞ്ഞതായ അള്ളാഹു വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമയാണ്, അള്ളാഹു എന്നെ പാഴാക്കി കളയുന്നതല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ എനിക്ക് പങ്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും, ഞാൻ അവന്റെ അടിമയല്ലേ, ഇനി എത്ര തെറ്റ് വന്നു പോയാലും അള്ളാഹു എന്നെ പാഴാക്കി കളയുന്നതല്ല എന്ന വിശ്വാസമാണ് നമ്മളിൽ നിന്നിട്ട് ഉടലെടുക്കേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസം ഉടലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്നിട്ട് അങ്ങനെയുള്ളവരെ പാഴാക്കി കളയുന്നതല്ല. അതെ, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയാൻ കാരണം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ, യഥാർത്ഥ സത്യവിശ്വാസികൾ
ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അഥവാ ലോകത്തിൽ ആരെ സ്നേഹിക്കുന്നതിനേക്കാൾ, നബിമാരെ സ്നേഹിക്കുന്നതിനേക്കാൾ, മഹാത്മാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, സാലിഹീങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ പരസ്പരം സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ 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 ഏറ്റവും സ്നേഹിക്കുന്നവർ മുസ്ലിങ്ങൾ ആരെയാണ്? അത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹിനെയാണ് എന്ന് ഖുർആൻ തന്നെ ഓതുന്നു. അപ്പോൾ ഖുർആനിൽ ഈ രൂപത്തിൽ അള്ളാഹു മുസ്ലിങ്ങളുടെ പ്രത്യേകത പറയാൻ കാരണം തന്നെ നാം അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ആർക്കെങ്കിലും 3 കാര്യം ആരിലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ രുചി നോക്കാൻ സാധിക്കുന്നതാണ്, ഈമാൻ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. നാം പലരും മുഅ്മിനീങ്ങളാണെന്ന് പറയും, പക്ഷേ ഈമാനിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാറില്ല, പലർക്കും സാധിക്കാറില്ല. എന്താണ് കാരണം? അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ്, അതിനെ ആഴത്തിൽ ഇറങ്ങിയിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞതായ, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നതായ ഈ പറയാൻ പോകുന്ന കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുമായുള്ള വിശ്വാസത്തിൽ ആസ്വാദനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അയ്യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളയും അള്ളാഹുവിന്റെ റസൂലും അവനിലേക്ക് മറ്റുള്ള ആരേക്കാൾ എന്തിനേക്കാളും ഇഷ്ടമുള്ള ആളായി മാറുക, സ്നേഹമുള്ള ആളായി മാറുക. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും നമുക്ക് ആരോടുള്ളതിനേക്കാളും സ്നേഹവും ഇഷ്ടവും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇന്നാള് പറഞ്ഞോ ഇന്നാള് കൽപ്പിച്ചോ നോക്കുന്നതല്ല, മറിച്ച് നോക്കൽ എന്താണ്? അള്ളാഹു എന്ത് പറഞ്ഞു ഇവിടെ, റസൂൽ എന്ത് പറഞ്ഞു ഇവിടെ എന്നതായിരിക്കും. അപ്പോൾ അള്ളാഹുവിനും റസൂലിനുമായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. ആര്? അള്ളാഹുവിനെയും റസൂലിനെയും എല്ലാരേക്കാളും ലോകത്തേക്കാൾ അസകലം ഇഷ്ടപ്പെടുന്നതായ വ്യക്തി. അപ്പോൾ എന്ത് സംഭവിക്കും? ഹലാവത്തുൽ ഈമാൻ അവന് ലഭിക്കും, അഥവാ ഈമാനിനെ രുചി നോക്കാൻ അവനെ കൊണ്ട് സാധിക്കും. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ ഒരു സഹോദരനെ സ്നേഹിക്കുന്നു, ഒരു സഹോദരിയെ സ്നേഹിക്കുന്നു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സ്നേഹിക്കുന്നു. എന്ത് കാരണത്താലാണ്? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല. അവൻ എന്തിനു വേണ്ടി സ്നേഹിക്കുന്നു? അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുമ്പോൾ അവൻ നന്നായി കിട്ടണം, അവന് ഖൈറ് കിട്ടണം, അവന് നന്മ കിട്ടണം, അവന് തിന്മയുണ്ടായി പോകരുത്, അവന് വരുന്ന അപകടത്തിൽ നിന്നിട്ട് അവനെ മോചിപ്പിക്കണം, അവനെ സഹായിക്കണം, അവനോട് സഹകരിക്കണം. അവൻ ഏത് സമയത്തും ഞാൻ ജീവിക്കും പോലെ എനിക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഇഷ്ടമുണ്ട്, റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്ന് ഇഷ്ടമുണ്ട്, സ്വർഗം കിട്ടണമെന്ന് എനിക്ക് ബോധ്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഈ രൂപത്തിൽ അവൻ ജീവിക്കണം എന്ന നിർബന്ധം അവനിലുണ്ടാകും, ഇവനിലുണ്ടാകും, സ്നേഹിക്കുന്നവരിലുണ്ടാകും. അപ്പോൾ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരിക്കും? ചിലപ്പോൾ ഭൗതിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല, ദുനീവിയായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാൻ വേണ്ടിയായിരിക്കാം. അങ്ങനെയുള്ള സ്നേഹം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ആ സ്നേഹത്തിലൂടെ ഹലാവത്തുൽ ഈമാൻ, അതാണ് പ്രശ്നം, ഹലാവത്തുൽ ഈമാൻ, ഈമാൻ രുചി നോക്കാൻ സാധിക്കും, ഈമാൻ ആസ്വദിക്കാൻ സാധിക്കും, ഈമാനിലൂടെ ആസ്വാദനം അവന്റെ ഹൃദയത്തിലൂടെ എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവൻ കുഫറിലേക്ക് പോവുക എന്നതിനോട് എത്ര കണ്ട് വെറുപ്പുണ്ടാകും. മുർത്തദ്ദായി പോവുക, കുഫറിലേക്ക് മടങ്ങി പോവുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയിട്ടോ, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർത്തിട്ടോ, അല്ലെങ്കിൽ ഹദീസുകൾ നിഷേധിച്ചിട്ടോ, അല്ലെങ്കിൽ ഖുർആനുകൾ നിഷേധിച്ചിട്ടോ, അല്ലെങ്കിൽ ഈശ്വരവാദിയായിട്ടോ, നിർമ്മതവാദിയായിട്ടോ, അല്ലെങ്കിൽ മറ്റേത് നീച നികൃഷ്ട ചിന്താഗതികൾ ലോകത്തിൽ ഉടലെടുത്തിട്ടുണ്ടോ അവകളിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി, അവകളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവന് ഇഷ്ടമുണ്ടാകും. അഥവാ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുപോയാൽ, മുമ്പിലേക്ക് എത്തിപ്പോയാൽ അവൻ പറയുന്നു എന്ത്? ഹദീസുകളൊക്കെ വേണ്ട, ഖുർആൻ മാത്രം മതി. അല്ലെങ്കിൽ അവൻ പറയുന്നു എന്ത്? പരലോകമില്ല. അല്ലെങ്കിൽ അവൻ പറയുന്നു പരലോകത്തിന്റെ ഖിയാമത്താണ്ട് അടയാളങ്ങളൊക്കെ ഉള്ള ഹദീസുകളൊക്കെ കള്ള ഹദീസുകളാണ്, അതും സ്വീകരിക്കാൻ പാടില്ല, അതൊക്കെ അഹാദാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുകിടക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും, സത്യവിശ്വാസിയാണെങ്കിൽ ഇത് കുഫ്റിലേക്കുള്ള പോക്കാണ്, ഇത് റിദ്ദത്തിലേക്കുള്ള പോക്കാണ്, അത് നമുക്ക് വേണ്ട. അതിനോട് വെറുപ്പും അറുപ്പും ഉണ്ടാകും. ഏതുപോലെ ഒരാളെ തീയിലേക്ക് വലിച്ചെറിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്രമാത്രം വെറുക്കും ആ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായ ആ ക്രൂരകൃത്യം. അങ്ങനെയുള്ള വെറുപ്പ് ഉടലെടുക്കും എപ്പോൾ? ഹൃദയത്തിൽ. ഏത് സമയത്ത്? ഇസ്ലാമിൽ നിന്നിട്ട് ഏറ്റവുട്ടായി പോകുന്നതായ വല്ല കാര്യങ്ങൾ, വല്ല ചിന്തകൾ, വല്ല ചിന്താഗതികൾ, വല്ല ആദർശങ്ങൾ അവന്റെ മുമ്പിലേക്ക് വന്നാൽ അതിനോട് അറുപ്പും വെറുപ്പും ഉണ്ടാകും. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഈമാന് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഈമാൻ ആസ്വദിക്കാൻ വേണ്ടി ലഭിക്കുന്ന വല്ലദീന ആമനു
ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർ സത്യവിശ്വാസികളാണെന്ന് ഖുർആൻ പറഞ്ഞതായ ആയിനത്തിൽ പെടാൻ അനിവാര്യമായ ഭാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹബത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കേണ്ട പല ഭാഗങ്ങൾ നീട്ടി വലിച്ച് ഇന്ന് മക്ക ഇമാം സംസാരിച്ചിട്ടുണ്ട്. അത് മുഴുവൻ സംസാരിക്കാൻ നമ്മുടെ ഈ ശൈലിയിൽ അഥവാ മലയാള ഭാഷയിലാകുമ്പോൾ ഒരു മണിക്കൂറൊക്കെ വേണ്ടിവരും. അതിപ്പോൾ ഞാൻ അത്ര നീട്ടി വലിക്കാൻ നമ്മുടെ സമയം നമ്മെ സഹായിക്കുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മദീന ഖുത്ബയിലേക്ക് നീങ്ങാം. ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിലുള്ള മഹബത്ത് അത് വളർത്തിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അവന്റെ കൂടെ എപ്പോഴും ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആ ആത്മാർത്ഥതയും ഇഖ്ലാസും ഉണ്ടാകുമ്പോൾ ഇത് അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹ് മാത്രം കാണണം, മനുഷ്യന്മാർ കണ്ടുപോകരുത്. മനുഷ്യന്മാർക്ക് വേണ്ടി അല്ല, അവരിൽ ഒന്നുമില്ല, അവരുടെ കൂടെ ഒന്നുമില്ല. എന്താണ് അവർ കണ്ടിട്ട് അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അവർ ശേഷിക്കട്ടവരാണ് എന്നെ പോലെ തന്നെ. അതുകൊണ്ട് ആര് എവിടെ ഏത് സമയത്ത് ഞാൻ ചെയ്യുന്ന അമലുകൾ കേട്ടാലോ കണ്ടാലോ അറിഞ്ഞാലോ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്ന അമല് അത് അള്ളാഹ്ക്ക് വേണ്ടി ഖാലിസൻ ലിവജ്ഹിഹിൽ കരീം, അള്ളാഹുവിന് മാത്രമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് എന്നത് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണം. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. അള്ളാഹുവിന് മറന്നു പോകാൻ പാടുള്ളതല്ല. അള്ളാഹുവിനുള്ള നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, സർവജ്ഞാനിയാണ് എന്നത് ഓർത്തുകൊണ്ടേ ഇരിക്കണം. അവൻ മശ്രിഖിന്റെയും മഗ്രിബിന്റെയും റബ്ബാണ് എന്നത് ഓർത്തുകൊണ്ടേ ഇരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കഴിവുകൾപ്പുള്ളതായ റബ്ബായതുകൊണ്ട് ഫത്തഖിദു ഇലൈഹി, നീ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ഇലാഹില്ലേ ഇല്ല, ആ അള്ളാഹുവിനെ എന്താക്കുക, അള്ളാഹുലേക്ക് എത്താനുള്ള ആ വഴിയും വക്കീലുമാക്കി മാറ്റാൻ വേണ്ടി നീ അള്ളാഹുവിന്റെ കഴിവ് കേൾപ്പി മനസ്സിലാക്കിയിട്ട് അവനിലേക്ക് തവക്കുലാക്കുക, അവനിലേക്ക് കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കാനുള്ള ആ ഈമാൻ ആസ്വദിക്കാനുള്ളതായ കഴിവ് കേൾപ്പി നേടിയെടുക്കാൻ ഉള്ള മാധ്യമങ്ങൾ കണ്ടെത്തുക എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഓരോ സിഫത്തുകൾ എണ്ണി പറയുകയാണെങ്കിൽ, ആ സിഫത്തുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മണിക്കൂറുകൾ വേണ്ടിവരും. അക്കൂട്ടത്തിൽ ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ ചില ഔസാഫുകളാണ് നിങ്ങളെ ഞാൻ ഇതുവരെ കേൾപ്പിച്ചത്. അതിൽ പെട്ടതാണ് ജബ്ബാറി എന്നതായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വരുന്നതായ തെറ്റുകളെയെല്ലാം ജബർ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ രണ്ട് സജദത്തിന്റെ ഇടയിൽ ഇരിക്കുന്ന ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. എനിക്ക് ജബർ ചെയ്യണം, അഥവാ എന്റെ വീഴ്ചകളെ നികറ്റണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജബ്ബാറായതുകൊണ്ട് അവന്റെ ആ പ്രത്യേകത നമ്മളിൽ അടിമകളിൽ കാണിച്ചു തന്നതായ ശൈലിയാണ്. അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുലേക്ക് മടങ്ങുന്ന, പാശ്ചാത്തപിക്കുന്ന, ഖേദിച്ചു മടങ്ങുന്ന, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന, അള്ളാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കുന്ന അടിമകളായി ജീവിക്കാൻ വേണ്ടി പാടുപെടണമെന്നതാണ് ചുരുക്കത്തിൽ ഇന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയും കൊണ്ട് മക്ക ഇമാം ഡോക്ടർ ബലീല സംസാരിച്ചതായ ശൈലിയിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ഹുസൈൻ ആല ഷേഖ് മദീനയിൽ നിന്ന് ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ചതായ ഭാഗം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ ധാരാളം പ്രയാസങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചേക്കാം. പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ എന്ന അർത്ഥത്തിലേക്കാണ്. നാം എല്ലാവരും പരീക്ഷണ ഹാളിലാണല്ലോ. ഈ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെയെല്ലാം നാം നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന ആ രണ്ട് പ്രാവശ്യം യുസ്റിനെ പറഞ്ഞു, ഒരു പ്രാവശ്യം ഉസ്റിനെ പറഞ്ഞു. അപ്പോൾ രണ്ട് പ്രാവശ്യം യുസ്റിനെ പറയുമ്പോൾ അഥവാ എളുപ്പം എന്ന് അല്ലാഹു മടക്കി പറയുകയാണ്. ഇദാ ളാഖത് ബിക ദുനിയ ഫഫക്കിർ ഫീ അലം നശ്റഹ്, നിനക്ക് ദുനിയാവിൽ വല്ല ഇടുക്കമെന്ന് കഴിഞ്ഞാൽ നീ അലം നശ്റഹ് എന്ന സൂറത്തിനെ ഒന്ന് ഓർക്കുക. ഫഉസ്റും ബൈന യുസ്റൈനി, രണ്ട് എളുപ്പത്തിന്റെ ഇടയിൽ ഒരു ഉസ്റിനെ അല്ലാഹു പറയുന്നു. മതാ തദ്കുറുഹുമാ തഫറഹ്, അത് നീ ഓർക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷമുണ്ടാകും. അപ്പോൾ എളുപ്പം എന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ എളുപ്പം കിട്ടാനുള്ളതായ മാധ്യമങ്ങൾ നാം കണ്ടെത്തണം എന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും സൃഷ്ടികളുടെ പ്രയാസത്തെ എത്ര തന്നെ അവർക്ക് പ്രയാസമായി അനുഭവപ്പെട്ടാലും അതിലെല്ലാം അവർക്ക് പ്രതിഫലം ലഭിക്കും. അതിന് പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും. അവർ അള്ളാഹുവിലേക്ക് അടുത്തു എന്നതിലേക്കുള്ള തെളിവാണ് സൃഷ്ടികൾ എന്നിട്ട് പ്രയാസമുണ്ടാകുന്നവർ, പ്രത്യേകിച്ച് സത്യവിശ്വാസികളാണെങ്കിൽ. മഹാനായ ദന്നൂൻ എന്ന് പറയുന്നതായ യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ കഥയെ മദീന ഇമാം ഉണർത്തുകയുണ്ടായി. ഖുർആൻ പറഞ്ഞതായ ഭാഗമാണ്. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫظن അൻ ലൻ നഖ്ദിർ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കാത്ത രൂപത്തിൽ അവരുടെ സമൂഹത്തിൽ നിന്നിട്ട് അവര്
ആ നാട്ടിൽ നിന്നിട്ട് പുറത്തു പോയി കളഞ്ഞു. ആ പോയ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലൻ നഖ്ദിർ അലൈഹി, അവരെ പ്രയാസപ്പെടുത്തുകയില്ല, അവരെ പരീക്ഷിക്കുകയില്ല എന്ന് അവർ മനസ്സിലാക്കിയും കൊണ്ടാണ് പോയത്. പക്ഷേ ആ പോയ സന്ദർഭത്തിൽ അവരെ പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഷോട്ടാക്കുകയാണ്. അവരെ പിടിച്ചിട്ട് ഒരു സമുദ്രത്തിൽ വലിയൊരു മീനിന്റെ പള്ളയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. ഇരുളിന്റെ അകത്തായി മാറുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശോധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മത്സ്യത്തെ അവര് ആ കടലിലേക്ക് അവർ കയറിയതായ കപ്പലിൽ നിന്നിട്ട് കപ്പലിലുള്ളവര് നിരക്കിട്ടതിന്റെ ശേഷം അവരെ വലിച്ചെറിഞ്ഞ സന്ദർഭത്തിൽ അവിടെ ആരുണ്ടായിരുന്നു? മത്സ്യമുണ്ടായിരുന്നു. ആ മത്സ്യം മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ വിഴുങ്ങുകയും ചെയ്തു. അത് അവർക്കൊരു ശിക്ഷയായിട്ട് പരീക്ഷണമായി മാറുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം എന്താണ് കാട്ടിയത്? നാം അവരെ പ്രയാസപ്പെടുത്തുകയില്ല, നാം ഇത് അറിയുന്നില്ല, നമ്മുടെ അനുവാദം കൂടാതെ പുറത്തു പോവുക എന്നത് പാടില്ല എന്നത് അദ്ദേഹം മനസ്സിലാക്കിയില്ല. പക്ഷേ അള്ളാഹു പറയുന്നു, ഞാൻ അവരെ പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ പരീക്ഷണമാണ് അള്ളാഹു ഖുർആനിൽ വിവരിക്കുന്നത്, പല സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫസ്തജിബ്നാ ലഹു, മഹാനായ യൂനുസ് അലൈഹിസ്സലാം ആ ഇരുളിൽ വെച്ചിട്ട്, ആ മത്സ്യത്തിന്റെ പള്ളയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ, ഞാൻ എന്നിൽ നിന്നിട്ട് തെറ്റ് വന്നു പോയി റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീ അല്ലാതെ ഇലാഹില്ല, നീ പരിശുദ്ധൻ, അതുകൊണ്ട് ഞാനിതാ പാപം ചെയ്തു പോയി എന്ന് കുറ്റം സമ്മതിച്ച സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നു, ഫസ്തജിബ്നാ ലഹു, നാം ഉടനെ തന്നെ അവർക്ക് മറുപടി നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിന് ബാധിച്ചതായ ആ മഹാഗമ്മിൽ നിന്നിട്ട്, ദുഃഖത്തിൽ നിന്നിട്ട്, പ്രയാസത്തിൽ നിന്നിട്ട് നാം അവരെ രക്ഷപ്പെടുത്തി. കദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുക. ഇത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. സത്യവിശ്വാസികൾക്ക് അള്ളാഹു പെട്ടെന്ന് അവർ പെട്ടുപോകുന്നതായ പ്രയാസത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്താനുള്ളതായ മാധ്യമങ്ങൾ അള്ളാഹിന്റെ തീരുമാനമുണ്ടെങ്കിൽ ചെയ്യുക തന്നെ ചെയ്യും. ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഭൂമി ആ സകലം പരീക്ഷണമാണ്, പരീക്ഷണ ഹാളിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല നീ സത്യവിശ്വാസിയാണെങ്കിൽ, പ്രയാസപ്പെടേണ്ടതില്ല നീ മുഅ്മിനാണെങ്കിൽ, പ്രയാസപ്പെടേണ്ടതില്ല നീ അള്ളാഹുവിന്റെ കൂടെയാണെങ്കിൽ, നീ ഖുർആന്റെ കൂടെയാണെങ്കിൽ, നീ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അള്ളാഹ് ചോദിക്കുന്നു ഖുർആനിൽ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ് വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അയിലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. മുൽത്തറായ പ്രയാസപ്പെടുന്ന വ്യക്തി, അവൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രയാസത്തിൽ നിന്നിട്ട് അവനെ ദൂരപ്പെടുത്തുന്ന ആൾ ആര്? ദൂരപ്പെടുത്താൻ ആരുണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ? അപ്പോൾ മുൽത്തറായ മനുഷ്യൻ, അഥവാ ഒരു നിലക്കും രക്ഷപ്പെടാനുള്ളതായ ഒരു മാധ്യമവും ഇല്ല, അങ്ങനെയുള്ള അപകടത്തിൽ പെടുന്നു, അവനാണ് മുൽത്തർ. അങ്ങനെയുള്ള മുൽത്തറായ മനുഷ്യൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഇദാ ദഅ വയക്ഷിഫു സൂഅ, ആ സന്ദർഭത്തിൽ അവന് അറിയതായ ആ സൂവിനെ, ആ ദ്രോഹത്തെ അല്ലെങ്കിൽ ആ പ്രയാസത്തെ ദൂരപ്പെടുത്തുന്ന ആൾ ആരുണ്ട്? വയജ്അലുകും ഖുലഫാഅൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ആള് അള്ളാഹു അല്ലാതെ ആരുണ്ട്? അയിലാഹും മഅല്ലാഹ്, ഇത്തരം കാര്യങ്ങൾ ചെയ്തു തരാൻ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ ആരാണ്? അത് അള്ളാഹു ആണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ ചോദ്യം മറ്റുള്ളവരോട് ചോദിച്ചാൽ അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കാലായി മാറി എന്ന് ഈ ആയത്തിൽ നമുക്ക് സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അള്ളാഹു ആണ് ഉദ്ദേശിച്ചിട്ട് വിളിക്കുന്നതല്ല, അള്ളാഹു ആണ് എന്ന് ഞങ്ങൾക്ക് മൊയ്തീൻ ശൈഖിനെ കുറിച്ച് വിശ്വാസമില്ല, റിഫായി ശൈഖിനെ കുറിച്ച് വിശ്വാസമില്ല, അമ്പ്യാക്കന്മാരെ കുറിച്ച് വിശ്വാസമില്ല, ഔലിയാക്കന്മാരെ കുറിച്ച് വിശ്വാസമില്ല. അള്ളാഹു അല്ല, അവരൊക്കെ സൃഷ്ടികൾ തന്നെയാണ്, അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുന്നതായ വിഡ്ഢിത്തം അത് അനിസ്ലാമികമാണ്, അത് ഖുർആൻ പഠിപ്പിക്കാത്തതാണ്. ഖുർആൻ പറയുന്നു, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് മുൽത്തറായ സന്ദർഭത്തിൽ തേട്ടം തേടുന്ന സമയത്ത് ആരാണ് അള്ളാഹു അല്ലാതെ അവന് മറുപടി നൽകുക? അവർക്ക് അത്തരം കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ, അത്തരം പ്രയാസങ്ങൾ നിന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേറെ ഇലാഹുണ്ടോ? അപ്പോൾ ഒരു ഇലാഹിന്റെ ഡ്യൂട്ടിയാണ് അത്. ഏത് പ്രയാസത്തെ ദൂരപ്പെടുത്തുക, അതിന് വിമാനയുടെ ഡ്യൂട്ടിയല്ല, അതിന് ഔലിയാക്കന്മാരുടെ ഡ്യൂട്ടിയല്ല, അത് മഹാത്മാക്കളുടെ ഡ്യൂട്ടിയല്ല, അത് അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ്. അവൻ മാത്രം സ്പെഷ്യലിസ്റ്റായ ഭാഗമാണ് മുൽത്തറിനെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് ആ മുൽത്തറായാലും അല്ലാത്ത സമയത്തായാലും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുനോട് മാത്രമാണ്, ക്ഷമയാചനം തേടേണ്ടത് അള്ളാഹുനോട് മാത്രമാണ്. അതുകൊണ്ട് ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ വളരെ ചുരുക്കമാണ് ചിന്തിക്കുന്നത്. നന്നായി ചിന്തിച്ചാൽ, നന്നായി പഠിച്ചാൽ, ആഴത്തിൽ ഇറങ്ങി
പഠിച്ചാൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്കൊണ്ട് സാധിക്കും. ആ യാഥാർത്ഥ്യം ഏതാണ്? അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടുള്ളതേ അല്ല. അത് അള്ളാഹു അല്ലാത്തവരെ ഇലാഹാണെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാനും ഇലാഹല്ലാന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാനും എങ്ങനെയും പാടുള്ളതല്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് അള്ളാഹുവിന്റെ പണിയാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കി മാറ്റലായി വരുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്നത് അവർ ചിന്തിച്ചിട്ടില്ല, അവർ ചിന്തിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ റിസൾട്ടിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിരുന്നേനെ എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ ഭാഗങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ആയത്തിൽ ചർച്ച ചെയ്തത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി ഗ്രഹിച്ചുകൊണ്ട് മദീന ഇമാം പറഞ്ഞതുപോലെ അള്ളാഹുലേക്ക് മടങ്ങിയുകൊണ്ട് മക്ക ഇമാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കിയും കൊണ്ട് നാം ആസ്വദിക്കുന്ന ഈമാനിന്റെ ഉടമകളായി മാറാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. വല്ല തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും മാഫി ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗികളുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ, പ്രയാസമുള്ളവരുടെ പ്രയാസത്തെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. അപ്രകാരം തന്നെ ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ, സന്താനമില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകട്ടെ. അപ്രകാരം തന്നെ നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി